നമ്മളിന്ന് പ്രിഫറൻസ് ഷെയർസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഷെയർസ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇൻ ഡീറ്റെയിൽഡായിട്ട് സിമ്പിൾ എക്സാമ്പിൾസ് വെച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇൻ കേസ് ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷെയർ എന്താണെന്ന് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക. സോ പ്രിഫറൻസ് ഷെയർസ് എന്താണ്, പ്രിഫറൻസ് ഷെയർസ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ പ്രിഫറൻസ് ഷെയർസ് ആർ എ ടൈപ്പ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഷെയർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യും. സോ അതിൻ്റെ ഒരു ടൈപ്പാണ് എന്തെന്ന് പറയുന്നത്, പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ ഇവർക്ക് എന്തുണ്ട്, ഒരു പ്രയോറിറ്റി അല്ലെ, ഇവർക്കൊരു പ്രിഫറൻസ് ഉണ്ട് ഓവർ ഓർഡിനറി ഷെയർസ്. ആരാണ് ഓർഡിനറി ഷെയർ ഹോൾഡർ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആരൊക്കെയാണ് എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. സോ ഓർഡിനറി ഷെയർ ഹോൾഡറിനെ മേലെ ആർക്ക് പ്രയോറിറ്റി ഉണ്ട്, നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് പ്രയോറിറ്റി ഉണ്ട്. ഇനി ഈ പ്രിഫറൻസ്, എന്തൊക്കെ പ്രിഫറൻസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രയോറിറ്റിയാണ് ഇവർക്കുള്ളത്, അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് ഡിവിഡൻഡ് ഫിക്സ്ഡ് ആയിരിക്കും. അതായത് എല്ലാ തവണയും അവർക്കൊരു ഫിക്സ്ഡ് എമൗണ്ട് എന്ത് കിട്ടും, ഡിവിഡൻഡ് കിട്ടും. എന്താണ് ഡിവിഡൻഡ്, നമ്മുടെ കമ്പനിയിൽ പ്രോഫിറ്റ്സ് ജനറേറ്റ് ആവും അല്ലേ, ആ പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട്, അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിവിഡൻഡ്. ഈ പ്രോഫിറ്റിൻ്റെ പാർട്ട് ആർക്ക് കൊടുക്കും, നമ്മുടെ ഷെയർ ഹോൾഡർ, പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് നമ്മൾ കൊടുക്കും. സോ ആ ഷെയർ ഹോൾഡറിന് കൊടുക്കുന്ന പ്രോഫിറ്റിൻ്റെ ഈ പാർട്ടിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് ഡിവിഡൻഡ് ഫിക്സ്ഡ് ആണ് ആൻഡ് പെയ്ഡ് ബിഫോർ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ്. നമ്മുടെ കമ്പനിയിൽ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും പേ ചെയ്യുക. യൂഷ്വലി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തില്ല, വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. സോ നോ വോട്ടിംഗ് റൈറ്റ്സ്. ആൻഡ് ഇൻ ലിക്വിഡേഷൻ ദേ ആർ പെയ്ഡ് ബിഫോർ ഓർഡിനറി ഷെയർ ഹോൾഡർ. എന്താണ് ഈ ലിക്വിഡേഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ബിസിനസ് നമ്മൾ പെർമനൻ്റ്ലി അടച്ചു പൂട്ടുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ആ ബിസിനസ്സേ ഇല്ല, ആ കമ്പനിയേ ഇല്ല. സോ നമ്മൾ ബിസിനസ് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ലയബിലിറ്റിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും, അത് നമ്മൾ പേ ചെയ്യും അല്ലേ. ബാക്കി എന്താണോ ആ കമ്പനിയിലുള്ളത് അത് ആർക്ക് അവകാശപ്പെട്ടതാണ്, നമ്മുടെ ഓണേഴ്സിന് അവകാശപ്പെട്ടതാണ്. ആരാണ് ഓണേഴ്സ്, ഷെയർ ഹോൾഡർ ഓണറാണ് അല്ലേ. സോ നമ്മൾ ലയബിലിറ്റി ഒക്കെ പേ ചെയ്തതിന് ശേഷം ആർക്ക് നമ്മൾ ബാക്കി വരുന്നതിൻ്റെ ഒരു എമൗണ്ട് കൊടുക്കും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആർക്ക് കൊടുക്കുകയുള്ളൂ, ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയുള്ളൂ. സോ അതാണ് ഇവിടെ പറയുന്നത്, ഇൻ ലിക്വിഡേഷൻ ദേ ആർ പെയ്ഡ് ബിഫോർ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ്. സോ ഇതാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് 4 ഏരിയാസ് നോക്കാം. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, ക്യുമുലേറ്റീവ് ആൻഡ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. സോ ഫസ്റ്റ് നമുക്ക് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്താണെന്ന് നോക്കാം. വേറൊന്നുമില്ല, നമ്മുടെ കമ്പനി പറയുവാണ്, ഞാൻ എന്ത് ചെയ്യും, ഇന്ന ദിവസം അല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ഷെയർ വാങ്ങിയപ്പോൾ എനിക്ക് തന്ന ക്യാഷ് അത് ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് തിരിച്ചു തരും. ഓക്കെ, സോ അതാണ് എന്തെന്ന് പറയുന്നത്, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയർ ദാറ്റ് ദ കമ്പനി ക്യാൻ ബൈ ബാക്ക് ആഫ്റ്റർ എ സർട്ടൻ പീരീഡ് ഓൺ എ സ്പെസിഫിക് ഡേറ്റ്. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഷെയർ ആര് വാങ്ങിയിട്ടുണ്ട്, നമ്മുടെ ഷെയർ ഹോൾഡർ വാങ്ങിയിട്ടുണ്ട്. ആൻഡ് കമ്പനി പറയുവാണ്, ഫോർ എക്സാമ്പിൾ 5 വർഷം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾ ഈ ഷെയർ ഞാൻ തിരിച്ച് വാങ്ങും. ആൻഡ് ഈ ഷെയർ ഇയാൾ വാങ്ങിയത് ഒരു $100 വിചാരിക്കുക. ഓക്കെ, സോ നമ്മുടെ കമ്പനി പറയുവാണ്, ഞാൻ ഈ ഷെയർ തിരിച്ച് വാങ്ങിയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം, തിരിച്ച് 100 രൂപ തരാം എന്ന് പറയുന്നതിനെയാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറെഡീമബിൾ എന്താണ്, ഇങ്ങനൊരു സംഭവം അവിടെ നടക്കില്ല. ഷെയർ വാങ്ങിക്കൊണ്ടുപോയി, ഷെയർ ഹോൾഡർ $100 വാങ്ങിക്കൊണ്ടുപോയി. ഓക്കെ, ആ ഒരു $100 ഒന്നും കമ്പനി എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല, തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊന്നുമില്ല. ഓക്കെ, സോ അതാണ് ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്.
ഇനി എന്താണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഇയറിൽ ഇത് 2025 ആണ്, ജസ്റ്റ് അസ്യൂം. സോ 2025 ഞാൻ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഡിവിഡൻഡ് കൊടുക്കണം അല്ലേ? ഇവിടെ ഡിവിഡൻഡ് ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞു. സോ ഡിവിഡൻഡ് കൊടുക്കാനുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഈ വർഷം ഡിവിഡൻഡ് കൊടുത്തില്ല. പകരം ഞാൻ എന്ത് ചെയ്യും? ഇത് അടുത്ത വർഷം കൊടുക്കും. 2026 ഡിവിഡൻഡും അതുപോലെ തന്നെ 2025 പേ ചെയ്യാനുണ്ടായിരുന്ന ഡിവിഡൻഡും കൂടെ ഞാൻ എപ്പോൾ കൊടുക്കും? 2026 പേ ചെയ്യും. സോ ഇങ്ങനെ നമ്മുടെ ഡിവിഡൻഡ് അക്യൂമുലേറ്റ് ചെയ്ത് വെക്കുക, അതായത് കൂട്ടിക്കൂട്ടി വെച്ചിട്ട് ഭാവിയിൽ കൊടുക്കുന്ന പരിപാടി. അതിനെയാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ഇഫ് ദ കമ്പനി കനോട്ട് പേ ഡിവിഡൻഡ് ഇൻ എനി ഇയർ, ഇറ്റ് അക്യൂമുലേറ്റ്സ്. സോ അക്യൂമുലേറ്റ് ഡിവിഡൻഡ് ആർ കോൾഡ് അരിയേഴ്സ്. ഇങ്ങനെ നമ്മൾ ഈ വർഷത്തെ ഡിവിഡൻഡ് അടുത്ത വർഷം കൊടുക്കില്ലേ? സോ കറണ്ട് ഇയറിലെ ഡിവിഡൻഡ് നെക്സ്റ്റ് ഇയറിലാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് അരിയേഴ്സ് എന്നുള്ളത്. സോ ഇനി അപ്പോൾ എന്താണ് നോൺ ക്യുമുലേറ്റീവ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്? ഞാൻ ഈ 2025 എന്ത് ചെയ്തില്ല? ഡിവിഡൻഡ് കൊടുത്തില്ല. കൊടുത്തില്ലെങ്കിൽ ഇവിടെ കൊടുത്തില്ല. ഇനി 2026 27 ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. 2025 കൊടുക്കാൻ പറ്റിയില്ലയോ? ആ ഡിവിഡൻഡ് അവിടെ കഴിഞ്ഞ്. അത് നമ്മൾ അരിയേഴ്സായിട്ട് മാറ്റുമോ അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്ത് പോവോ? അങ്ങനെ ഒന്നുമില്ല. 2025 കൊടുക്കാൻ പറ്റിയില്ല, ആ വർഷം വേണ്ട, ആ വർഷത്തെ ഡിവിഡൻഡ് അങ്ങ് മറന്നേക്ക്. സോ അതാണ് എന്തെന്ന് പറയുന്നത് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഓൾ അബൌട്ട് പ്രിഫറൻസ് ഷെയർസ്. നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. ആൻഡ് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സോ സജഷൻസോ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആൻഡ് നമുക്ക് റിട്ടൺ നോട്ട്സ് അവൈലബിൾ ആണ് ഓരോ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്കിൻ്റെയും നോട്ട് നമ്മുടെ ഇൻഫൈറ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ നമ്മൾ അന്നന്ന് എടുക്കുന്ന ടോപ്പിക്സിൻ്റെ നോട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. സോ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വേണം എന്നുള്ളവർ എബൌട്ടിലുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ പിൻഡ് കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാം.